ഡൽഹിയിൽ CJPയുടെ പ്രതിഷേധത്തിനിടയിൽ അക്രമം സംഭവിച്ചിരിക്കുന്നു. CJP അക്രമികളെ നേരിടാൻ പോലീസ് ലാത്തി വീശുകയാണ്. ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ജന്തർ മന്ദറിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും നന്ദഗോപനും ഒപ്പം പ്രജിത് മോഹനും ചേരുകയാണ്. പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, ഇതിലൊരു ഈ ദിവസം ഇത്തരം അക്രമങ്ങൾക്കായി പാറ്റകൾ തിരഞ്ഞെടുക്കുന്നത് കൂടി നമ്മളൊന്ന് നോക്കിക്കാണേണ്ടതാണല്ലോ. ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ, പ്രത്യേകിച്ച് FCRA ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഈ സഭാ കാലയളവിൽ കൊണ്ടുവന്ന് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. അപ്പോൾ ആ ദിവസം തന്നെ നോക്കൂ, ജന്തർ മന്ദർ പോലെ പാർലമെന്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് വളരെ ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കുകയാണ്. ഗൗതം, സ്വാഭാവികമായും ഭാരതം പോലൊരു രാഷ്ട്രം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടമാണ്. അക്കാലഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് വിദേശ ശക്തികളുടെ അടക്കം ആവശ്യമാണ്. അത് സംബന്ധിച്ച സാമ്പത്തിക ഇടപാടുകൾ, അതിനായി പ്രത്യേകമായ ഏജന്റിനെയൊക്കെ ഭാരതത്തിലേക്ക് പറഞ്ഞുവിടുന്ന അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു ശ്രമം ഈ പാറ്റ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ അത് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ് ഇന്ന് ഭാരതത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പാർലമെന്റ് സമ്മേളനം ചേരുന്ന ദിവസമാണ്. ഈ സമ്മേളന കാലയളവിൽ വിവിധ ബില്ലുകൾ, അതിൽ ഈ FCRA ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. MSME വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകുന്നത്, അതോടൊപ്പം തന്നെ UGC അടക്കമുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്ന ബില്ലുകൾ കൊണ്ടുവരുന്ന ദിവസമാണ്. രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട പാർലമെന്റ് സമ്മേളനമാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്ദേമാതരം അടക്കമുള്ള ദേശീയ ബിംബങ്ങളെ, ദേശീയ ചിഹ്നങ്ങളെയും ദേശീയമായിട്ടുള്ള ഗീതത്തെ അടക്കം അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ അതിൽ കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു പാർലമെന്റ് സമ്മേളനം കൂടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ രാജ്യം നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ ഏതാണ്ട് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവരുന്നയിച്ച വിഷയങ്ങളെല്ലാം അത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ഭാഗമായിരുന്നില്ല എങ്കിൽ കൂടി അതിലെല്ലാം കൃത്യമായ പരിഹാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും അതൊക്കെ പരിഹരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ തങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ അവിടെ അടിയുറച്ചങ്ങനെ നിൽക്കുന്നു. അതിനിടയിൽ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ചില ആളുകൾ വന്ന് നിരാഹാര സമരം എന്ന രീതിയിൽ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നാലെ അതിലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നു. എങ്ങനെയാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി നൽകിയത്, അതുപോലെ തന്നെയുള്ള നടപടികൾ മറ്റൊരു വശത്തൂടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ന് പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു അവസരം പോലെ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയം തന്നെ ഇത്തരത്തിലൊരു അക്രമം അത് ഡൽഹിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം പാറ്റ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ആസൂത്രിതമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ പാറ്റ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്നത് ഓരോ ദിവസം കഴിയുന്തോറും അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം, ഇവർക്ക് പിന്തുണയുമായി എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയുന്നതാണ്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി തങ്ങൾ ഒരു വേദിയും പങ്കിടില്ല എന്നൊക്കെ നിലപാട് അറിയിച്ചിരുന്നവർ പിന്നീട് നമ്മുടെ നാട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഐസ പോലെയുള്ള സംവിധാനങ്ങൾ, ഡൽഹിയിലെ SFI പോലെയുള്ള സംവിധാനങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമത്തിന് കോപ്പ് കൂട്ടുന്നതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. ഈ ഇറങ്ങിയിരിക്കുന്നതിൽ ഒരു 90%-ത്തിലും അധികം ആളുകൾ ഈ പറയുന്ന SFI പോലെയുള്ള സംവിധാനങ്ങളുടെ, ഐസ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാടുകളുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്. അപ്പോൾ സ്വാഭാവികമായും CJPയുടെ ഈ ആവശ്യങ്ങൾക്ക് പിന്നിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ചില സംഘടനകൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത് രാഷ്ട്രത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അവിടെയൊക്കെ എത്തുന്ന ആളുകൾ സ്ഥിരമായി ഈ സമ്മേളന വേദി അല്ലെങ്കിൽ ഈ ജന്തർ മന്ദിറിലെ പാറ്റ പാർട്ടിയുടെ സമരവേദിയിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവരെ പോലെയുള്ള ആളുകൾ, അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അവർ ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു വിധത്തിൽ ഡൽഹിയിൽ ഒരു കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഭാരതത്തിൻ്റെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുമ്പോൾ എങ്ങനെയാണ് നേരത്തെ ഈ ചെങ്കോട്ടയിലേക്കൊക്കെ ചില സംഘടനകൾ, ചില സിഖ് ഖാലിസ്ഥാനി അനുകൂല സംഘടനകളൊക്കെ നടത്തിയ പ്രതിഷേധങ്ങൾ
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഏതാണ്ട് വലിയ ജനാധിപത്യ വിപ്ലവമൊക്കെ നടക്കുന്നു എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ചത് അതുപോലെയുള്ള ചില മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്നിലുണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ ഡൽഹി പോലീസ് ഈ പാറ്റ പാർട്ടിയുടെ അക്രമം അഴിച്ചുവിട്ടതിന് പിന്നാലെ നന്ദഗോപൻ കൂടി ആ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, നേരത്തെ വലിയ സംഘർഷം അവിടെ രൂപപ്പെട്ടിരുന്നു. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും പോലീസും ലാത്തി വീശിയാണ് അക്രമികളെ നിയന്ത്രിച്ചത്. ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? ജന്തർ മന്ദറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ടെങ്കിലും ഏതു സമയം സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നേരത്തെ ഉണ്ടായ കല്ലേറിലും മറ്റും കേരളത്തിൽ നിന്നുമുള്ള ചില മാധ്യമ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. എങ്കിലും സംഘർഷപരമായ ഒരു സ്ഥിതി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് സമയവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ സമരത്തിലേക്ക് വളരെ വലിയ രീതിയിൽ യുവാക്കളുടെ ഒരു സാന്നിധ്യം നമ്മൾ നോക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് SFI അതേപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ സംഘടനകൾ ഒപ്പം ചില തീവ്ര ഇസ്ലാമിക് സംഘടനകളൊക്കെ തന്നെ ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം ശക്തികൾ ഇതൊരു സംഘർഷഭരിതമാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടത്തുന്നുണ്ട്. നേരത്തെ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു സമരത്തെ കല്ലേറിലൂടെ എങ്ങനെ അക്രമസക്തമാക്കാമെന്നുള്ളത് അവരുടെ സാക്ഷ്യത്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് മറ്റ് ഗതിയില്ലാതാണ് RAFന് ഇവർക്ക് നേരെ ലാത്തി പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. അല്ലാത്ത പക്ഷം പോലീസിന് നേരെ വലിയ ഗുരുതരമായ ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജന്തർ മന്ദർ മേഖലയിലൊക്കെ തന്നെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സേനാ വിന്യാസം നേരത്തെ തന്നെ നടത്തിയിരുന്നു. സേനാ വിഭാഗങ്ങൾ RAFും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ സായുധ പോലീസും ഒക്കെ തന്നെ ഈ രംഗത്തുണ്ട്. വലിയ പ്രതിഷേധം നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമങ്ങൾ നടത്തുമെന്നുള്ളത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സേനാവിന്യാസം ശക്തമായി തന്നെ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പാർലമെന്റിലേക്ക് നടത്തണമെന്നുള്ള ആവശ്യവുമായി CJP പ്രവർത്തകർ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതേസമയം പാർലമെന്റ് ആദ്യ ദിവസമാണ്. ഒരു തരത്തിലും ആ മേഖലയിലേക്ക് കടത്തി വിടത്തില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ജന്തർ മന്ദറിലും പരിസരത്തും നിരോധനാജ്ഞ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് കേസടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വനിതാ പോലീസ് അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം സ്ത്രീകളായിട്ടുള്ള അക്രമികളെ നേരിടുവാൻ വേണ്ടി. ഏതായാലും സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. താൽക്കാലികമായി അയവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സംഘർഷ സാധ്യത ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാര്യം CJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അക്രമം അഴിച്ചു വിട്ടുകൊണ്ടല്ലാതെ അവർക്ക് ഈ സമരത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CJP സമരം ആരംഭിച്ചപ്പോൾ ഒരു ജനപങ്കാളിത്തം അല്പം ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ ആ ജനപങ്കാളിത്തം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് കൂടുതൽ ആൾക്കാർ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സമരം പൂർണ്ണമായും പൊളിയും എന്നൊരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തുകൊണ്ട് CJP രംഗത്തെത്തിയത്. അങ്ങനെ ഈ പാർലമെന്റ് മാർച്ച് അക്രമാസക്തമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഓക്കെ നന്ദൻ, എന്തായാലും ഇന്നിപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും ചേരാൻ പോകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമ്മേളന കാലയളവ് എത്രത്തോളം രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന ആഹ്വാനം അദ്ദേഹം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. പ്രജിത്ത്, നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഈ രാജ്യതലസ്ഥാനത്ത് പല സമരങ്ങളും പൊളിയുന്ന വേളയിൽ അതെല്ലാം അക്രമത്തിലൂടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കർഷക സമരം എന്ന പേരിൽ ഒരു സമയത്ത് നടന്ന സമരം പിന്നീട് റെഡ് ഫോർട്ടിന് മുകളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. വലിയ സംഘർഷമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടാക്കിയത്. അതിനു മുൻപ് CAAയുടെ പേരിൽ നടന്ന സമരം ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്തിലെത്തുന്ന വേളയിൽ വലിയ കലാപം രാജ്യതലസ്ഥാനത്ത് ജിഹാദികൾ അഴിച്ചുവിട്ടു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനാണോ ഇപ്പോൾ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്?
അങ്ങനെ തന്നെ കാണേണ്ടി വരും ഗൗതം. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അഭിജിത്ത് ദീപ്കയുടെയൊക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. കാരണം എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്ത് സമരമാണ് ഞങ്ങൾ നടത്തേണ്ടതെന്നൊന്നും അറിയാതെ കറങ്ങി അല്ലെങ്കിൽ കുഴങ്ങിയിരിക്കുന്ന അഭിജിത്ത് ദീപ്കയൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നാലെ അതിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചൈനീസ് എംബസിയിൽ സന്ദർശിച്ചിട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പറയുന്ന സമരവേദിയിലെത്തുന്നു. പിന്നാലെ ഇവിടെ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് വഴിമാറുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ, ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്കോ ഏതെങ്കിലും രീതിയിലുള്ള ജനകീയമായ അടിത്തറ ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികളോ വിദ്യാഭ്യാസ സമൂഹമോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോ ഒക്കെ അവർക്ക് പിന്തുണ അറിയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ കാണേണ്ടത് ഇത്തരം ഒരു സമരമല്ല. കാരണം അണ്ണാ ഹസാരെയുടെ കാലത്ത് എല്ലാ രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ജനകീയമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച സ്ഥലമാണ് ഡൽഹി. അന്ന് അണ്ണാ ഹസാരെയുടെ സമരത്തിന് പിന്തുണയുമായി ഈ രാഷ്ട്രം മുഴുവൻ ഒഴുകിയെത്തുന്ന കാഴ്ചയും ഡൽഹിയിൽ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്നതൊരു വലിയ ഭരണമാറ്റത്തിലേക്ക് അടക്കം നയിച്ച ആ സമരത്തിൻ്റെ ഓർമ്മകൾ ഉണരുന്ന മണ്ണിലാണ് CJP എന്ന് പറയുന്ന സംഘടന ഒരു സമരവുമായി രംഗത്ത് വരുന്നത്. ചില വിദേശ ഫണ്ടിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ഇവർ അവിടെ എത്തിയതിന് ശേഷവും എത്ര ദിവസം ഈ സമരപ്പന്തലിൽ കൃത്യമായി ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അത് എല്ലാവർക്കും, എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ ദൃശ്യങ്ങളടക്കം തെളിവുകളും അടക്കം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ചില മാധ്യമങ്ങൾ പതിവ് പോലെ ഇതാ പാറ്റാക്കൂട്ടം വലിയ സംഭവമായി മാറുന്നു, അവർക്ക് ഭാരതത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകുന്നു, ഇപ്പോൾ സോനം വാങ്ചുക്കിനെയൊക്കെ രണ്ടാം ഗാന്ധി എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് ആ രീതിയിലേക്കൊക്കെ അതൊക്കെ മാറിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും ജനകീയമായൊരു അടിത്തറ ഈ സമരത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ചില ഡിപ്ലോമാറ്റിക് സന്ദർശനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈനീസ് എംബസിയിൽ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെ ഈ പറയുന്ന രീതിയിലേക്ക് ഈ സമരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എങ്കിൽ അതിന് പിന്നിൽ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ചില രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ മുൻപ് ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള സമര സമയങ്ങൾ, ചെങ്കോട്ടയുടെ മുകളിൽ ഖാലിസ്ഥാന്റെ പതാക പകർത്തിയ സംഭവമായാലും ശരി, അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനകളെ കുറിച്ച് പിന്നീട് തെളിഞ്ഞതാണ്. അതേ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എന്നും ഭാരത വിരുദ്ധത പ്രചരിപ്പിച്ചിട്ടുള്ള മാധ്യമങ്ങളിലടക്കം അതിനെപ്പറ്റി വന്ന വലിയ ലേഖനങ്ങൾ, പ്രശംസകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് രാജ്യ തലസ്ഥാനത്ത് വലിയൊരു പ്രശ്നം നടക്കുന്നു, ഒരു കലാപം നടക്കുന്നു എന്ന രീതിയിൽ ഭാരതത്തിൻ്റെ പ്രശസ്തിക്ക് വലിയ കോട്ടം തട്ടിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും CJP-യുടെ ഈ പെട്ടെന്നുള്ള ഈ വലിയ സമരത്തിന് കാരണമായിരിക്കാം എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇപ്പോൾ പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് വിക്രം 1-ന്റെ വിക്ഷേപണത്തെപ്പറ്റി പറഞ്ഞു, അതിൻ്റെ വിജയത്തെ പ്രശംസിച്ച് സംസാരിച്ചു. ആ ടീമിൽ സ്കൈറൂട്ട് റോക്കറ്റിൻ്റെ അല്ലെങ്കിൽ എയറോസ്പേസ് കമ്പനിയുടെ അവരുടെ ആ ടീമിലുള്ള ആളുകളുടെ ശരാശരി പ്രായം എന്നുള്ളത് 28 വയസ്സാണ്. 2026-ൽ ഇങ്ങനെയൊരു സാഹചര്യം രാഷ്ട്രത്തിൽ ഉണ്ടാകുമ്പോൾ CJP എന്ന് പറയുന്ന സംവിധാനം തങ്ങൾ ജൻസികളുടെയൊക്കെ പ്രതിനിധികളാണെന്ന് പറഞ്ഞിട്ട് വന്ന് സമരം ചെയ്യുമ്പോൾ ഒരു വശത്ത് യഥാർത്ഥ ജൻസികൾ രാഷ്ട്രത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും CJP-യുടെ ഈ പെട്ടെന്നുണ്ടായ ഈ ശക്തമായ സമരം എന്ന് വിളിക്കുന്ന ഈ സമരത്തിന് പിന്നിലുള്ള ആസൂത്രിത ശ്രമങ്ങളെ എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ പിന്നിലുള്ള അണിയറ കഥകൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും ജനകീയമായ അടിത്തറയില്ലാതെ SFIയുടെയും ഐസയുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ ഈ സമരം ഇത്ര വലിയൊരു പ്രതിഷേധമായി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞത് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും പൊളിഞ്ഞ് പാളിസായ ഒരു സമരത്തെ എങ്ങനെയെങ്കിലും 10 പേരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഡൽഹിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാറ്റകൾ ശ്രമിച്ചിരിക്കുകയാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ അതിനെ അടിച്ചോടിക്കുകയാണ് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും. നേരത്തെ കർഷക സമരത്തിൻ്റെയൊക്കെ പേരിൽ നടന്നതുപോലെ രാജ്യ തലസ്ഥാനത്ത് സാധാരണ ജനങ്ങളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ കലാപമാണ് ഇത്തരം ആളുകൾ ലക്ഷ്യമിടുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക. ഇത്തരം ആളുകളുടെ ലക്ഷ്യമെന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രവിരുദ്ധ ശക്തികളും ഇന്നിപ്പോൾ കൂട്ടത്തോടെ ജന്തർ മന്ദറിലേക്ക് എത്തുന്നുണ്ട്. അവരെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഡൽഹി പോലീസിന്റെയും RAF-ന്റെയും തീരുമാനമെന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്രജിത് മോഹനും S നന്ദഗോപനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.